ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിദ്ധുവിനെ വിളിച്ച് ബർത്ത്ഡേ വിഷസ് ചെയ്യാണ് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ രാജീവ്. അപ്പോൾ സിദ്ധു പറയാണ്, എടാ ചന്ദ്രിക ഇതുവരെ എന്നെ വിളിച്ചില്ല, പറഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ അവൻ പറയാണ്, എടാ നിന്നോട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവൾക്കത് തുറന്നു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കൂടാ. അപ്പോൾ സിദ്ധു പറയാണ്, എടാ അവൾ സ്നേഹം ഇങ്ങനെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടുണ്ടെന്ന് എങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നത്? ഞാൻ ചന്ദ്രികയ്ക്ക് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിടില്ലടാ. എൻ്റെ അമ്മയെ പേടിച്ചിട്ടാ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചത്. അറ്റ്ലീസ്റ്റ് ഞാൻ അമേരിക്കയിലേക്ക് പോയാലെങ്കിലും എന്നെ വിവാഹം കഴിക്കണം എന്ന് അമ്മ നിർബന്ധിക്കില്ലല്ലോ. ഇതാ നോക്ക്, ഞാനാ പറയുന്നത്, നീ അമേരിക്കയിലേക്കൊന്നും പോകുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ ചോദിക്ക്. ചന്ദ്രിക നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്തെന്ന് കരുതുക, പിന്നെ നീ അമേരിക്കയിലേക്ക് പോവില്ലല്ലോ. അതും പറഞ്ഞ് രാജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, എടാ അതിന് അവൾ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എനിക്കറിയാവുന്നിടത്തോളം അവൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ലടാ, എൻ്റെ മനസ്സ് പറയുന്നു ചന്ദ്രിക ഉറപ്പായിട്ടും നിൻ്റെ സ്നേഹം അംഗീകരിച്ചിരിക്കും. നോക്കിക്കോ, നിൻ്റെ ബർത്ത്ഡേക്ക് അവൾ നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്തതായിട്ട് പറയും. എടാ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അവൾ പറയായിരുന്നല്ലോ. പക്ഷെ അവൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ലടാ. നിനക്കറിയോ, അവൾ പിറന്നാൾ ആശംസകൾ പറയും എന്ന് കരുതിയാ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. പക്ഷേ അവൾ വന്നതേയില്ലടാ. അളിയ, എനിക്കറിയാവുന്നിടത്തോളം അവൾ എൻ്റെ ലവ് സ്വീകരിക്കുന്ന പ്രശ്നമേയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ രാജീവ്, ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്താ, നാളെ നേരം വെളുത്താലും പറയാലോ. നോക്കിയേ, അതിനിടയ്ക്ക് നീ എടുത്തു ചാടി ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നീ വെയിറ്റ്. ശരി, നേരം വെളുത്തിട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കേടാ, ഓക്കെ, ഗുഡ് നൈറ്റ്. അത് കഴിഞ്ഞിട്ട് സിദ്ധു ചന്ദ്രികയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. നീ എന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ, എങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് നീയുമായിട്ട് മാത്രമായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രിക ഇതുവരെ അവളുടെ തീരുമാനം പറഞ്ഞില്ല. അപ്പോൾ അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ എന്നല്ല അർത്ഥം. സിദ്ധു അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഒന്ന് ഇറങ്ങിയിട്ട് ടെറസിലൊക്കെ നടക്കാമെന്ന് കരുതി എണീറ്റ് വരികയാണ്. സിദ്ധു ടെറസിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട്. ആ സമയത്താണ് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, താഴെ ചന്ദ്രിക കോലം വരയ്ക്കുന്ന അതേ സ്ഥലത്ത് സിദ്ധുവിൻ്റെ പിറന്നാൾ ആശംസകൾ എന്നുള്ള രീതിയിലാണ് എഴുതി വരച്ചിട്ടുള്ളത്. അത് കണ്ടതും സിദ്ധുവിന് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. ചന്ദ്രിക അത് വരച്ച് അതിന് ചുറ്റും ലൈറ്റൊക്കെ കത്തിച്ച്, അതായത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് അതൊക്കെ നോക്കി നിൽക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെയാണ് ചന്ദ്രിക ഉള്ളത്. സിദ്ധു ടെറസിന് മുകളിൽ നിന്ന് അത് അക്ഷരങ്ങളൊക്കെ വായിച്ചെടുക്കുകയാണ്. പിറന്നാൾ ആശംസകൾ. സിദ്ധുവിന് പിന്നെ അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അവിടെ തന്നെ ഇരുന്നിട്ട് നല്ല സന്തോഷത്തോടെ നോക്കുകയാണ് അവൾ എഴുതിയതൊക്കെ. ചന്ദ്രികയും നല്ല സന്തോഷത്തിൽ തന്നെയാണുള്ളത്. സിദ്ധുവിനെ സന്തോഷത്തോടെ ഓടി താഴേക്ക് ഇറങ്ങി വാതിലൊക്കെ തുറന്ന് താഴേക്ക് വരികയാണ്. സിദ്ധു അത് കണ്ട് ചിരിച്ച് സന്തോഷത്തോടെ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, പിറന്നാൾ ആശംസകൾ സാർ. താങ്ക് യു. നീ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയില്ല. സിദ്ധുവിന് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഭയങ്കര സന്തോഷത്തോടെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് എന്താ പറയേണ്ടത് എന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ ജനിച്ചു വീണതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശരിക്കും ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ. എന്നെ സ്വീകരിച്ചെന്ന് എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. ഇത് കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടി. അതിനുശേഷം അത് തിരുത്തി കൊടുക്കുകയാണ്. സാർ, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. വിളക്ക് കത്തിച്ചു സാറിൻ്റെ പിറന്നാൾ ആശംസകൾ പറഞ്ഞതുകൊണ്ട് സാറിൻ്റെ സ്നേഹം ഞാൻ സ്വീകരിച്ചു എന്ന് അർത്ഥമില്ല. ഈ ആശംസകൾ ഞാൻ സാറിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, ബഹുമാനം, അതിൻ്റെയൊക്കെ അടയാളമാണ്. ഇത് കേട്ട് സിദ്ധു ആകെ തളർന്ന രീതിയിലായിപ്പോയി. അപ്പോൾ വീണ്ടും ചന്ദ്രിക പറയാണ്, അല്ലാതെ സാർ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റൊന്നുമല്ല സാർ. എന്നിട്ടും സിദ്ധു അവിടെ നിന്ന് വീണ്ടും ചിന്തിക്കുകയാണ്. നിൻ്റെ നാവ് ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ നിൻ്റെ കണ്ണ് കള്ളം പറയില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിൻ്റെ കണ്ണിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സാർ, ആരെങ്കിലും കാണും സാർ. ഞാൻ കാരണം സാറിനൊരു ചീത്തപ്പേര് ഉണ്ടാവാൻ പാടില്ല. സാറ് തിരികെ വീട്ടിലേക്ക് പോയിക്കോളൂ. എൻ്റെ മനസ്സിൽ അത്രത്തോളം സ്നേഹവും പ്രണയവും അടക്കി വെച്ചിട്ട്
എന്തിനാ ചന്ദ്രികയെ ഇങ്ങനെ അഭിനയിക്കുന്നത്? പ്ലീസ് സാർ, ഇവിടെ നിന്നും പൊയ്ക്കോളൂ സാർ. ഓ, ഇതാണോ നിന്റെ തീരുമാനം? ആ, അതെ സാർ, ഇതാണ് എൻ്റെ തീരുമാനം. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ, ശരി ചന്ദ്രികെ, നിന്റെ തീരുമാനത്തിൽ നീ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായും ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകും. പിന്നെ സിദ്ധു നടന്ന് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണ്. സങ്കടത്തോടെ സിദ്ധു നോക്കുകയാണ്. ആ സമയത്തൊരു പാട്ടൊക്കെ ഉണ്ട്, ഓങ്കാരം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതൊക്കെയുണ്ട്. ഓങ്കാരം ചങ്കിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരെ, ഈ പാട്ടാണ് ഉള്ളത്. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധു അകത്ത് കയറുന്ന രീതിയിൽ അകത്തേക്ക് എത്തിയിട്ടാണുള്ളത്. അവിടെ നിന്ന് സിദ്ധു ചന്ദ്രികയെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. ചന്ദ്രികയും അവിടെ ആ പേരെഴുതിയ സ്ഥലത്ത് തന്നെ നിന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ് സിദ്ധുവിനെ തന്നെ. ചന്ദ്രികയുടെ അടുത്ത് നിന്ന് ഇന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടും എന്ന് സിദ്ധു ചിന്തിച്ചതേ അല്ല. വളരെ പ്രതീക്ഷയോടെയായിരുന്നു സിദ്ധു ചന്ദ്രികയുടെ അടുത്തെത്തിയത്. പിന്നെ സിദ്ധു രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഹാളൊക്കെ അലങ്കരിച്ച് ബലൂണൊക്കെ തൂക്കി നന്നായിട്ടാണുള്ളത്. ആ സമയത്ത് എല്ലാവരും സിദ്ധുവിനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. ഹാപ്പി ബർത്ത്ഡേ സിദ്ധു, ഹാപ്പി ബർത്ത്ഡേ സിദ്ധു എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു മുത്തശ്ശ, എന്നെ അനുഗ്രഹിക്കണം. നീ ജീവിതത്തിൽ വലിയ ആളായി വരും മോനെ. ഹാപ്പി ബർത്ത്ഡേ സിദ്ധു, താങ്ക് യു സോ മച്ച്. അത് സിദ്ധുവിൻ്റെ സിസ്റ്റർ ആരതിയായിരുന്നു. മേഘയും മാലതി മുത്തശ്ശിയും ഒക്കെ വിഷ് ചെയ്യാണ്. ആരും ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അതായത് പ്രിയയും മുത്തശ്ശിയും. സിദ്ധു, കേക്ക് മുറിക്കാം. എല്ലാവരും കേക്ക് മുറിക്കാൻ പോകാം, വാ അമ്മേ വാ. അതായത് ജാനകിയെ വിളിക്കുകയാണ്. ആരതി പോയി കേക്ക് എടുത്ത് വന്നു. എന്നിട്ട് ആരതി ചോദിക്കുകയാണ്, കേക്ക് എങ്ങനെയുണ്ട്? സിദ്ധു പറഞ്ഞ്, വാവ്, നന്നായിട്ടുണ്ട്. ലക്ഷ്മി വിളിക്കുകയാണ് മാറിയെന്നുകൊണ്ടിരുന്ന ചന്ദ്രികയെ മാച്ച് ബോക്സ് എടുത്തോണ്ട് വന്നിട്ട് ഇതൊക്കെ കത്തിക്ക്. യോട് മുത്തശ്ശി പറയാണ്, കണ്ടില്ലേ, ജോലിക്കാരിയെ വിളിച്ച് കൂടെ നിർത്തിയില്ലെങ്കിൽ ഈ ലക്ഷ്മിക്ക് ഉറക്കം വരില്ല. തീപ്പെട്ടിയുമായി വരുന്ന ചന്ദ്രിക കാണുന്നത് വിഷമത്തോടെ നിൽക്കുന്ന സിദ്ധുവിനെയാണ്. ഇതാ അമ്മേ, നീ തന്നെ കത്തിക്ക് ചന്ദ്രികയെ. അതേപോലെ തന്നെ മഹേന്ദ്രൻ സാറും പറയാണ്, കത്തിക്ക് ചന്ദ്രികയെ. ചന്ദ്രിക വിഷമത്തോടെ കത്തിക്കുന്നത് കൊണ്ട് തീപ്പെട്ടിയൊന്നും കത്തുന്നില്ല. അപ്പം മഹേന്ദ്രൻ സാർ പറയാണ്, ചന്ദ്രികയെ നീ ധൃതി പിടിക്കണ്ട, സമാധാനത്തോടെ കത്തിച്ചാൽ മതി. വെരി ഗുഡ്. സിദ്ധാർത്ഥ്, കേക്ക് മുറിക്കേ, അച്ഛൻ പറയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആരതിയും പറയാണ്, ഇതാ കത്തി, ഇതാ വേഗം മുറിക്കും സിദ്ധു. ഓക്കെ, ഊതി അണക്ക് മോനെ, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യും. എല്ലാവരും കൈമുട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു സിദ്ധു. അപ്പോഴാണ് ചന്ദ്രികയുടെ മകൾ മലർ അതുവഴി വരുന്നത്. ഇത്രയും സമയം മലർ അവിടെ ഉണ്ടായിരുന്നില്ല. സിദ്ധു, ഒരു മിനിറ്റ്. അപ്പോൾ മാലതി മുത്തശ്ശി, കുട്ടിക്കൊരങ്ങിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതാ. എത്തി എത്തി എത്തി. മലർ വാ മോളെ വാ. ഹാപ്പി ബർത്ത്ഡേ സിദ്ധു. താങ്ക് യു. സിദ്ധു, ഇതെൻ്റെ ഗിഫ്റ്റാ. അത് സിദ്ധു വാങ്ങിച്ചു നോക്കുകയാണ്. അതിൽ നോക്കുമ്പോൾ 2 ആൾക്കാരുടെ ചിത്രമാണുള്ളത്, പടം. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നീ വരച്ചതാണോ? ആരതിയും സിദ്ധു ഒക്കെ ചോദിക്കുകയാണ്, മോളെ നീ വരച്ചതാണോ? അതിൽ 2 പേരുടെ ചിത്രം എന്ന് പറഞ്ഞത് ഒന്ന് സിദ്ധുവിൻ്റെയും മലറിൻ്റെയാണ്. മോളെ, ഇത് നീ വരച്ചതാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടല്ലോ. നിങ്ങളെ കൂടി കാണിക്കും മോനെ, എല്ലാവരും കാണട്ടെ. ആ, സൂപ്പറായിട്ടുണ്ട്. സിദ്ധു, കൊള്ളാം മോനെ, ഇത് മുത്തശ്ശന് പറയാം. താങ്ക് യു വെരി മച്ച് മലർ, നീ ഇത് വളരെ നന്നായിട്ടാണ് വരച്ചിരിക്കുന്നത്. ആരെങ്കിലും എനിക്കിനി കോടിക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് തന്നാൽ പോലും ഈ ഗിഫ്റ്റ് പോലെ ആയിരിക്കില്ല ഒന്നും. കേട്ട് മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. മുത്തശ്ശിയും ഒന്ന് ഇരുത്തി മൂളാണ്. അപ്പോൾ സിദ്ധു, ഐ ആം വെരി ഹാപ്പി മലർ. അപ്പോൾ ശരി, കേക്ക് മുറിക്കാം. സിദ്ധു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വീൽ ചെയറും കൊണ്ട് പോവുകയാണ്. പക്ഷേ സിദ്ധു കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് കൊടുത്തത് മലറിന് തന്നെയാണ്. മലറിന് കൊടുത്തത് കണ്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. വാ ജാനകി, സിദ്ധുവിൻ്റെ അച്ഛൻ വിളിക്കുകയാണ്. കൊടുത്തത് മഹേന്ദ്രൻ അങ്കിളിനാണ്. പിന്നെ സിദ്ധു ഒരു പീസ് എടുത്തിട്ട് അങ്കിളിനാണ് കൊടുക്കുന്നത്. അങ്കിൾ, കഴിക്കുക അങ്കിൾ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, താങ്ക് യു അങ്കിൾ. ഇതാ എല്ലാവർക്കും സിദ്ധു ഓരോ പീസ് കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ആരതി എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്ക്. പിന്നെ സിദ്ധു അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അതിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്തിട്ട്
സിദ്ധുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അമ്മ കഴിക്കമ്മ എന്ന് പറയുന്ന സമയത്ത് അമ്മ പറയാണ് എനിക്ക് വേണ്ട. ആരതി ഒരു പീസ് എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയെ എന്നാ എനിക്ക് വേണ്ട. എന്താ ചന്ദ്രിക വേണ്ടാത്തത്? കഴിക്കേ, അത് ഞാൻ പിന്നീട് കഴിച്ചോളാം. ശരി ഇതാ മേഘ. അയ്യോ, ചന്ദ്രിക വിഷമത്തിലാണുള്ളത്. സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രിക അവിടെ നിന്നും പതിയെ പോവുകയാണ്. അത് കണ്ട് സിദ്ധു നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ടാണ് ജാനകി നിൽക്കുന്നത്. ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് സിദ്ധു. ആ സിദ്ധുവിനെയും ചന്ദ്രികയെയും മാറി മാറി ജാനകി നോക്കുകയാണ്. ചന്ദ്രിക വിഷമത്തോടെ കയറിപ്പോയത് ടെറസിലേക്കാണ്. അവിടെ നിന്ന് വിഷമത്തോടെ ഓരോന്നും ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സിദ്ധുവും അവിടെ വന്നിട്ട് പറയാണ്, ചന്ദ്രികയെ ഞാൻ നിനക്ക് തന്ന സമയം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സമയം നിന്റെ തീരുമാനം എന്താണെങ്കിലും നിനക്ക് തുറന്നു പറയാം. വീണ്ടും ചന്ദ്രിക പറയാണ്, എന്നോട് ക്ഷമിക്കണം സാർ, എനിക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തേക്കാൾ സാറിൻ്റെ ജീവിതം തന്നെയാണ് വലുത്. ഈ പാവപ്പെട്ട ചന്ദ്രിക സാറിന് വേണ്ട സാർ. ചന്ദ്രിക പിന്നെ അത് പറഞ്ഞ് കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആരും ലൈക്കും കമൻറ്റും ഒന്നും തീരെ ചെയ്യുന്നില്ല. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ നന്നായിട്ട് ചെയ്യുക, എന്നാലേ എൻ്റെ വീഡിയോ മൂവ് ചെയ്യുള്ളൂ. കാര്യം എൻ്റെ വീഡിയോ ഇപ്പോൾ തീരെ പോകുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം. ഓക്കെ, സി യു, ബൈ ബൈ.